ഈ കൊലപാതകം അതുമായി ബന്ധപ്പെട്ട സംഗതികൾ ഒരു നിലക്കും അടുക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ ആരെ കൊന്നൊന്നും അന്വേഷിച്ച് നടക്കാറില്ല. എന്നെ ആര് കൊന്നു എന്നുള്ളതാണ് എന്റെ വഇദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ഒരു പാപം ചെയ്യാതെ എന്നെ കൊന്നു കുഴിച്ചു മൂടിയ ആളുകളോട് നാളെ ഒരു ചോദ്യമുണ്ട്. എന്നോടൊരു ചോദ്യമുണ്ട്. ബിഅയ്യി ദംബിൻ ഖുതിലത്. എന്തിനാ മനെ? ഞാനും അള്ളാന്റെ മനാണല്ലോ അല്ലേ? റഹീമായ അള്ളാന്റെ മനയെന്ന് നമ്മൾ പറയണേ അടിമയാണല്ലോ ഞാന്. അപ്പൊ എന്നോടും ചോദിക്കും ലിഅന്നീ മൗഊദുൻ സുഇൽ ഖുതിൽ. എന്നോട് ചോദിക്കാന്ന് വിചാരിക്കുക. എന്തിനാ അങ്ങനെ അള്ളാഹു ചോദിക്കണ്? എനിക്ക് അവിടെ പൊള്ളു പറയാൻ പറ്റൂല. പൊള്ളു പറഞ്ഞാൽ എന്റെ കയ്യും കാലും ഒക്കെ എതിർ സാക്ഷി പറയും. അപ്പൊ അള്ളാഹ് എന്നോട് ചോദിക്കും, അപ്പൊ ഇന്നത് കൊണ്ടാണ് ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് വമാ നഖമു മിൻഹും ഇല്ലാ അൻ യഖൂലു റബ്ബുന അല്ലാഹ്. സത്യം പറഞ്ഞതിന്റെ പേരിലാണെന്ന് ചുരുക്കം. അപ്പൊ നമുക്ക് അതിലൊന്നും കാര്യമില്ല. നമുക്ക് കൊലപാതകത്തിലും കാര്യമില്ല എന്ന് വെച്ചാൽ അതിന് വേദനയും വിഷമം പ്രയാസമില്ല എന്നല്ല. ഇപ്പൊ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, നിങ്ങളൊക്കെ കാര്യം എന്നെക്കാൾ ഗംഭീരമായിരിക്കും എന്ന് എനിക്കറിയാം. എന്റെ ഏറ്റവും വലിയ പ്രശ്നം, രാത്രി ഉറക്കാൻ കിടന്നാല് മനുഷ്യ ചരിത്രത്തിൽ ഒരുപാട് കൊലപാതകികളെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. നമ്മളെ കാലത്ത് ചരിത്രത്തിലെ എല്ലാ റെക്കോർഡും തിരുത്തിയിട്ട് പരിഷ്കൃത കാലത്ത് കൊലയാളി ജീവിച്ചിരിക്കുന്നു. 120 രാജ്യങ്ങൾ UN സമ്മേളനം വിളിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ പങ്കെടുക്കുന്ന റിപ്പോർട്ടുകൾ വന്നു. ഒത്താശ കൊടുത്തിരുന്ന, പാലും തേനും കൊടുത്തിരുന്ന ആൾക്കാരൊക്കെ പിന്നും ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ആർക്ക് അപകടം പറ്റിയാലും എന്ത് വേദനകൾ പറ്റിയാലും അതിലൊക്കെ പങ്കുകൊണ്ട് കണ്ണ് നിറയ്ക്കെങ്കിലും ചെയ്യേണ്ട ആൾക്കാരാണ്.